ആ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. യെസ്. നമ്മളെ ഈ ഇന്നലെ ഫൊർഗീവ്നെസ് പറഞ്ഞല്ലോ. അപ്പൊ ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെയും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് സിന്ധു ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾക്ക് പല അർത്ഥത്തിൽ നമുക്ക് ഫോർഗീവ് ചെയ്യാം. 3 രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഒന്ന് നമ്മൾക്ക് ബോഡി പരമായിട്ട്, ബോഡി പരമായിട്ട് നമുക്ക് എടുക്കാം. 2 നമ്മൾക്ക് നമ്മളുടെ മെന്റൽ തലത്തിൽ നമുക്ക് എടുക്കാം. ഓക്കെ, മൂന്നാമത്തത് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ചുകൂടി ഔട്ടർ ലെവലിലാണ്. അത് സോൾ ലെവലിലാണ്, നമ്മളുടെ ആത്മാവിന്റെ ലെവലിൽ ഫോർഗിവ്നെസ്. സോ ഞാൻ പൊതുവെ സജസ്റ്റ് ചെയ്യുന്നത് ആദ്യം നമ്മളുടെ ബോഡി പരമായിട്ടുള്ള രീതിയിൽ ഫോർഗിവ് ചെയ്യുക. അതായത് ഫിസിക്കൽ പ്രസൻസ് വെച്ച് നമ്മൾ ഫോർഗിവ് ചെയ്യാൻ പഠിക്കുക. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് മെന്റൽ തലത്തിൽ, അതൊരു ആദ്യത്തെ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രോസസ്സാണ്. ഓക്കെ, സോ ഫോർഗിവ്നെസ് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ബോഡി ഫിസിക്കൽ ലെവൽ, അതായത് നമ്മളുടെ ശരീരത്തിൽ നിന്നൊരു ഭാരം എടുത്ത് മാറ്റുന്നത് പോലെ. ഓക്കെ, സോ നമ്മൾ ഐ ഫോർഗിവ് യു എന്ന് പറയുന്ന പോലെ, കുഴപ്പമില്ല പോട്ടെ, അത് ചില കാര്യങ്ങൾ പറഞ്ഞാലേ നമ്മള് തെറ്റ് ചെയ്യുന്നില്ല, പക്ഷെ അവര് നമ്മളോടങ്ങ് വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഒരു പ്രവണത. പക്ഷെ ഞാനതിനൊക്കെ അങ്ങ് ഫോർഗീവ് ചെയ്ത് പോവാ. നമ്മൾ ചെയ്യാത്ത തെറ്റിന് അവര് തെറ്റിദ്ധരിച്ച് നമ്മളോട് പിണക്കം വരുന്നു. ആയിക്കോട്ടെ, അപ്പോ അതില് നമുക്ക് എന്തെങ്കിലും കോസ് ഉണ്ടോ? നമ്മൾ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? സി, 2 കാര്യത്തിൽ അത് ചിന്തിച്ചു നോക്കുക. വളരെ സിമ്പിളാണ്. എന്നെ ചൂസ് ചെയ്യുന്ന ആൾക്കാർ, എന്നെ വിലയിരുത്തുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ മതി ഞാൻ. എനിക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഞാൻ ആരുടെയും ഹീറോ അല്ല. ഞാൻ അവരുടെ കഥയിൽ ഹീറോ അല്ല. ഞാൻ എന്റെ കഥയിൽ ഹീറോ ആണ്. മനസ്സിലായോ? ഞാൻ എന്റെ കഥയിലാണ് ഹീറോ, മറ്റാരുടെയും കഥയിലല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എന്താ, എന്നെ വിലയുള്ളവർക്ക് മാത്രം ഞാൻ സമയം കൊടുക്കുകയുള്ളൂ. അതാദ്യം മനസ്സിനെ പറഞ്ഞു കൊടുക്കുക. എന്റെ സമയം എനിക്ക് വിലപ്പെട്ടതാണ്, അതുപോലെ തന്നെ അവർക്കും അവരുടെ സമയം വിലപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ സമയത്തിന് വിലയും അതുപോലെ തന്നെ പേഴ്സണൽ കണക്ഷന് വില കൊടുക്കുന്ന ആൾക്കാരെ കണ്ടാൽ മതി. സോ ഞാൻ ക്ഷമിച്ച് സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെടാനാണെങ്കിൽ സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ആർക്കും, അല്ലേ? സോ ബോഡി പരമായിട്ട് ഫിസിക്കൽ ആദ്യം ക്ഷമിക്കുക. അത് നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ എങ്ങനെ വേണമെങ്കിലും, ഞാൻ ഇന്നലെ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ആ ലെവലിൽ ഒന്ന് ക്ഷമിച്ചു നോക്കുക. അത് ക്ഷമ പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ മെന്റൽ പ്രോസസ്സുകളിൽ വരുന്ന ചേഞ്ചസ്, സൈക്കോളജിക്കൽ ചേഞ്ചസ്. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അവനോട് മാപ്പ് കൊടുത്തത്, അവന് മാപ്പ് ഞാൻ കൊടുത്തത്, അത് ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി അവയർനെസ് കൂടും. അപ്പൊ ആ അവയർനെസ് കൂടുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും കൂടി ബോഡി ലെവലിലേക്ക്, ഫിസിക്കൽ ലെവലിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത്, അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു സുഖം എൻ്റെ ബോഡിയിൽ ഞാൻ അനുഭവിക്കുന്നത്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സോൾ ലെവലിലേക്കാണ്, കുറച്ചുകൂടി ഹയർ ലെവലിലേക്കാണ്. അവരെ നമ്മൾ ബ്ലെസ് ചെയ്തതുകൊണ്ട്, ഞാൻ എന്റെ അർത്ഥത്തിൽ ദൈവം എന്നോട് നന്ദിയും അതുപോലെ തന്നെ കരുണയും എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്, ഗിഫ്റ്റുകളും എല്ലാം. സോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാൻ അവനും നല്ല ആശംസകൾ നേരുന്നു. അതുപോലെ നമ്മൾ ഫോർഗീവ്നെസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടി ഹാപ്പിനെസ് കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ ഈ കാര്യം സെയിം ഞാൻ വിനീതിനോട് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ഗുഡ് മോർണിംഗ് വിനീത. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം. സോ നമ്മൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസിക്കലി നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. യെസ്. സോ ഗുഡ് മോർണിംഗ് ആൻഡ് എ വെരി വാം വെൽക്കം ടു വൺ ഹവർ. നമ്മൾ ഇന്ന് ഡേ 6 എത്തിയിരിക്കുകയാണ്, നമ്മളുടെ ഡെയിലി അഫർമേഷൻ പ്രാക്ടീസ്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത ഒരു കാര്യമാണ് ഏരിയാസ് ഓഫ് ചേഞ്ച്. മിസ്സായി പോയിട്ടുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല, ബട്ട് ഏരിയാസ് ഓഫ് ചേഞ്ചിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. അതായത് എനിക്ക് ഒരു ഗോളുണ്ട്, ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബോഡി, ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റീസ്, ഇല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ എൻവയൺമെന്റ്, എക്കണോമിക് എൻവയൺമെന്റ്, ഇതിലൊക്കെ ഒരു ചേഞ്ച് വരുത്തണം. അപ്പോൾ ഈ ചേഞ്ച് വരുത്തണമെങ്കിൽ ആദ്യം എനിക്കത് ഐഡന്റിഫൈ ചെയ്യണം, ഒരു സെൽഫ് അവയർനെസ് വേണം, ഒരു സെൽഫ് ഇവാലുവേഷൻ ആദ്യം നടത്തണം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സെഷൻ ഡേ 1 നമ്മൾ ചെയ്തത് സെൽഫ് അവയർനെസ് ആയിരുന്നു. അതായത് എനിക്ക് മാറ്റേണ്ട ഏരിയ, സ്ഥലങ്ങൾ, അവിടെയാണ് നമ്മൾ ഫോക്കസ് കൊടുത്തത്. സോ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നതും അവിടെ തന്നെയാണ്. ആ ഏരിയാസ് ഓഫ് ഫോക്കസിൽ നമ്മൾ സ്ട്രെസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് പോസിറ്റീവ് അഫർമേഷൻസ് എഴുതാൻ പഠിക്കും. ഈ പോസിറ്റീവ് അഫർമേഷൻ എന്താ? ചുമ്മാ വെറുതെ നമ്മളിങ്ങനെ ഐ ലവ് യു, ഐ കെയർ ഫോർ യു എന്ന് പറയുന്നതാണോ പോസിറ്റീവ് അഫർമേഷൻ? ഐ വിൽ ചേഞ്ച്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ആം ബെറ്റർ അറ്റ് ദിസ്, ഇതാണോ പോസിറ്റീവ് അഫർമേഷൻ? ആണ്. ബട്ട് അതിലെ ഒരു ചെറിയൊരു കുറവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, യു ആർ ബ്യൂട്ടിഫുൾ, യു ആർ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. രണ്ടും പറയുന്നത് സെയിം തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ്, കണ്ടന്റ് ആണ് പറയുന്നത്. ബട്ട് ഏതോ ഒരു സെന്റൻസിന് നല്ല വ്യത്യാസമുണ്ട്. ഒന്ന് ഒരു വോയിസ് മോഡുലേഷൻ, രണ്ട് അതിൽ ഒരു വാക്ക് കൂട്ടിച്ചേർത്തത് കൊണ്ട് വരുന്ന ഒരു മാഗ്നിഫിസന്റ് ചേഞ്ച്. അവിടെയാണ് അഫർമേഷൻ നമ്മൾക്ക് ശരിക്കും യൂട്ടിലൈസ് ആകുന്നത്. രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ യൂസ് ചെയ്തപ്പോഴത്തേക്കും മോസ്റ്റ് എന്ന വാക്ക് ഞാൻ ഇട്ടു. അവിടെ ഒരു ഫീലിംഗ് ലെവലാണ് കൊണ്ടുവന്നത്. ആ ഫീലിംഗ് ലെവൽ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ബോഡിയിൽ അത് ശരിക്കും നല്ല രീതിയിൽ അതങ്ങ് ഇരുന്ന് പോകും. We can feel it in our body, we can feel it in our mind, and we can feel it in our soul. നമ്മൾക്ക് അഫർമേഷൻ പറയുമ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ആ ഫീലിംഗ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. നമ്മൾക്ക് കോൺഷ്യസ്ലി നമ്മൾക്കത് ഫീൽ ചെയ്യണം ബോഡിയിൽ. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ എയിം. ഫീൽ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾക്ക് സബ് നമ്മൾക്ക് കുറേ എഫക്റ്റീവ് ആകും. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളുടെ ലൈഫിലേക്ക് ചേഞ്ചസ് ഠം 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 എന്ന് പറഞ്ഞു വരും. പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മളൊരാളിനോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അവരെ മുമ്പിൽ കാണുവാണെങ്കിൽ നമ്മൾക്ക് അവർ എത്ര നാള് നമ്മൾ ചിരിച്ചു കളിച്ചു വെക്കും അവരുടെ കൂടെ? എത്ര നാള് വരെ? നിസ്സാര സമയം വരെ അത് നടക്കുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് അത് ശരിക്കും അത് കാണിക്കും. വിട്ടുപിടിക്കാൻ നമുക്ക് സാധിക്കില്ല. ഉറപ്പായിട്ട് അത് പുറത്തേക്ക് വരും ഏതെങ്കിലും ഒരു സമയം. ഈ ഫ്രോയിഡിയൻ സ്ലിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അറിയാണ്ട് നമ്മുടെ വായിന്ന് വരുന്നു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് എവിടെയോ ഉള്ളിൽ തട്ടിയതുകൊണ്ടാണ്. നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരോട് നമ്മൾ ഒരിക്കലും തെറ്റുള്ള രീതിയിലൊന്നും പറയില്ല, അല്ലേ? അതുപോലെ തന്നെയാണ്. സോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് ഉള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാനായിട്ട്. സോ സബ് കോൺഷ്യസ്ലി അതെങ്ങനെ പുറത്തേക്ക് വരും എന്നുള്ളത് നമുക്ക് അറിയില്ല. സെയിം പോലെ തന്നെയാണ് ഇവിടെ. ഫീലിങ്സ് നമ്മൾ കോൺഷ്യസ്ലി മനസ്സിലാക്കി ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ബോഡിയിൽ ഫീൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് അതിന്റെ എഫക്റ്റ് വരുന്നത്
കുറച്ചും കൂടി സബ് കോൺഷ്യസ് ലെവൽ റീഫ്രെയിമിംഗ് ആണ്. സോ ഏറ്റവും ആദ്യം നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഏരിയാസ് ഓഫ് ചേഞ്ച് ഡേ 1 ചെയ്തതുപോലെ തന്നെ ഇന്നൊന്നും കൂടി ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്കുക. ഒരു 2 മിനിറ്റ് സമയം നിങ്ങൾക്ക് വേണ്ട എത്തേണ്ട സ്ഥലം, ലക്ഷ്യം, ആ ലക്ഷ്യം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെത്തണമെങ്കിൽ ഞാൻ എന്ത് ചേഞ്ചസ് ആണ് എൻ്റെ ലൈഫിൽ വരുത്തേണ്ടത്. ഇന്ന് ജോയിൻ ചെയ്തവർക്ക് വേണമെങ്കിൽ അത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഡേ 1 വന്നവർക്ക് ഒന്നും കൂടി റീഇവാലുവേഷൻ നടത്താം. റീഇവാലുവേഷൻ നടത്തുമ്പോൾ എന്താ, ഞാനിത് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനിത് എഴുതിയെടുത്തത്? ഇത് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാണത് എഴുതാനുള്ള കാരണം? ഫീലിംഗ് തലത്തിലേക്ക് ചിന്തിച്ചു നോക്കുക. ഇതിനു മുമ്പ് ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എവിടെയോ എങ്ങനെയോ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ പോരാ, ഇവിടെ എനിക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ല, ഇവിടെ എനിക്ക് അങ്ങനെ എഫക്റ്റീവ്ലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അച്ചീവ്മെന്റ്സിലേക്ക് എത്താനായിട്ട്. സോ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെ എനിക്ക് ചേഞ്ച് ചെയ്യണം? അതെൻ്റെ ബിഹേവിയർ ആകാം, എൻ്റെ സംസാര രീതിയാകാം, എൻ്റെ ചിന്തകളാകാം, ചിന്തയുടെ പാറ്റേൺസ് ആകാം, ഞാൻ ഓരോ ആൾക്കാരായിട്ട് ഇടപെടുന്ന രീതി ബിഹേവിയറിൽ വരുമെങ്കിലും അത് സോഷ്യൽ സ്ഫിയറിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങളും എനിക്ക് എൻ്റെ എക്കണോമിക് സിറ്റുവേഷനോടുള്ള എൻ്റെ ഒരു അപ്രോച്ച്. ഇപ്പോൾ എക്കോണമി താഴത്തോട്ടാണ് പോകുന്നതെങ്കിൽ എൻ്റെ മനസ്സും താഴത്തോട്ടാണോ പോകുന്നത്? ഇല്ലെങ്കിൽ ഒരു ഫൈറ്റർ ആണോ? എൻ്റെ സോഷ്യൽ സ്ഫിയർ താഴത്തോട്ടാണ്, നെഗറ്റീവാണ്, ഞാൻ അതിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്നും ചേഞ്ച് ചെയ്ത് നിൽക്കണോ? എൻ്റെ പിയേഴ്സ് ആയിട്ട് ഞാൻ മാറി നിൽക്കണോ? പുതിയ കൂട്ടുകെട്ടുകൾ കണ്ടുപിടിക്കണം? ഇങ്ങനെ ഒന്ന് റീവാലുവേറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഒരു 2 മിനിറ്റ് സമയം നിങ്ങൾ എടുത്തു. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾക്ക് ഇന്ന് പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് എഴുതാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് നിങ്ങൾക്ക് മാത്രമുള്ള അഫർമേഷൻസ് എഴുതുക. ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. എനിക്ക് എന്ത് അഫർമേഷൻ കൊടുത്താലാണ് എനിക്ക് ഈ ഏരിയാസ് ഓഫ് ചേഞ്ചിലുള്ള ഫീലിങ്സിനെ പോസിറ്റീവ് ആക്കാൻ പറ്റുക? അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ എൻ്റെ ഏരിയാസ് ഓഫ് ചേഞ്ച്, ഞാൻ മാറ്റേണ്ട സ്ഥലങ്ങൾ, എൻ്റെ ലൈഫിൽ ഞാൻ മാറ്റേണ്ട ഏരിയാസ്, അവിടെ എനിക്ക് എന്ത് പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് കുറച്ചും കൂടി പോസിറ്റീവ് ഫീലിംഗ് കിട്ടുക, എനിക്ക് ചേഞ്ച് ചെയ്യാൻ തോന്നുക? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എൻ്റെ പാരൻസ് ആണ്, ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്. ലെറ്റ് സപ്പോസ് എൻ്റെ പാരൻസ് ആയിട്ട് എനിക്ക് അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ നമ്മൾ ചെയ്യുന്നത്? ഹ്യൂമൻ ടെൻഡൻസി എന്താ? നമ്മൾ ബ്ലെയിം ചെയ്യും, അല്ലേ? അയാൾ കാരണമാണ്, ഇയാൾ കാരണമാണ്, എൻ്റെ വീട്ടുകാർ എനിക്കിത് തന്നില്ല, എൻ്റെ വീട്ടുകാർ അത് തന്നില്ല. എത്ര നാളിത് പറയും? നമ്മുടെ ഇവിടെ മേജർ ആകുന്നത് 18 കഴിയുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ 18 ആകുമ്പോഴാണല്ലോ. 18 വരെ വേണമെങ്കിൽ ബ്ലെയിം ചെയ്തു, ഞാനൊന്നും പറയില്ല. പക്ഷെ 18 കഴിഞ്ഞിട്ട് എത്ര നാളും കൂടി ബ്ലെയിം ചെയ്യും? കൂടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാസ്റ്റേഴ്സ് തീരുന്നവരെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്ലെയിം ചെയ്യണമെങ്കിലും അപ്പോ പ്രശ്നം അവരുടേതാണോ നമ്മുടേതാണോ? എല്ലാം കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒന്നും ഇല്ല. പുതിയത് ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നില്ല, വിട്ടുപിടിക്കുകയാണ്. സോ ഞാൻ ബ്ലെയിം ചെയ്യുന്നത് നിർത്തുക. ആദ്യം തന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ നന്നാവില്ല. മോറലി ഹൈ ഗ്രൗണ്ട് പിടിക്കാൻ വേണ്ടി വെറുതെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കാം, അത് അത്രയും വരെ പോകുള്ളൂ. സിറ്റുവേഷൻ ചേഞ്ച് വരില്ല, ഗോൾ അച്ചീവ്മെന്റ് നടക്കില്ല, വേറെ ഒന്നും തന്നെ സാധ്യമല്ല. അപ്പോ നമ്മൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ
ഏരിയാസ് ഓഫ് ചേഞ്ച് എന്ത്? ഐഡന്റിഫൈ ദ പ്രോബ്ലം, ദ ഇഷ്യൂ, ഏരിയ ഓഫ് ചേഞ്ച്. എനിക്ക് ചേഞ്ച് ആകണം. ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. ഐ ഫീൽ സാറ്റിസ്ഫൈഡ് ദാറ്റ് ഐ ക്യാൻ ബിൽഡ് മോർ. ഇതെന്റെ ഒരു പോസിറ്റീവ് അഫർമേഷൻ ആകാം. ഞാൻ ഇപ്പൊ ആയിരിക്കുന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇപ്പോഴത്തെ ഹാപ്പിനെസ് സ്റ്റേറ്റിൽ നിന്ന് തന്നെ എനിക്ക് വീണ്ടും എൻ്റെ റിസോഴ്സസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമാണ്. ഇങ്ങനെ എനിക്കൊരു പോസിറ്റീവ് അഫർമേഷൻ എഴുതാം. എൻ്റെ പാരൻസ് നേരത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാരൻസ് ആയിരുന്നില്ല. ഞാൻ വഴിയാണ് അവർ പാരന്റിങ് എന്താണെന്ന് പഠിച്ചത്. സോ ഐ ആം ഹാപ്പി ഫോർ ഓൾ ദ തിങ്സ് ദാറ്റ് ദേ ഹാവ് ഡൺ ഫോർ മീ. ആരും പാരന്റ്സ് ആകുന്നത് ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി എക്സ്പീരിയൻസ് ആയിട്ട് വീണ്ടും കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവുന്നവരൊന്നും അല്ലല്ലോ. ആദ്യമായിട്ടാണ് എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാകുന്നത് തന്നെ മാരേജ് ലൈഫിൽ, അല്ലേ? ഓക്കെ, സോ അവർക്ക് ആർക്കും നേരത്തെ പാരന്റ് ചെയ്ത് ശീലമില്ല. അപ്പൊ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യണത് എത്ര നാള് ബ്ലെയിം ചെയ്യും? എത്ര നാള് നമ്മൾ ബ്ലെയിം ചെയ്യും അവരെ? അവര് കണ്ടു വളർന്നേക്കുന്ന പാറ്റേൺസ് വെച്ചിട്ടാണ് അവര് നമ്മളോട് പെരുമാറുന്നത്. അതിന് നമ്മൾ അവരെ ബ്ലെയിം ചെയ്തിട്ട് എന്താ, കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? സോ വിട്ടുപിടിക്കുക, ആ ഫ്ലോയിലേക്ക് വിട്ടുപിടിക്കുക. അവരെ അവരായിട്ട് തന്നെ അംഗീകരിക്കുക. നമ്മൾ പലപ്പോഴും പറയില്ലേ, ഇവരെന്നെ അംഗീകരിക്കുന്നില്ല, അവരെന്താ എന്നെ അംഗീകരിക്കാത്ത? ആദ്യം നമ്മൾ അവരെ അംഗീകരിക്കാൻ പഠിക്കുക. നമ്മൾ ശരിക്കും ഒരു റിഫ്ലക്ഷൻ കാണുന്നത് പോലെയാണ്. ഒരു മിറർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക എന്ന് വിചാരിക്കുക. ബാക്കി എല്ലാവരും അതിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്നതെല്ലാം നമ്മളുടെ റിഫ്ലക്ഷൻ ആണെന്ന് വിചാരിക്കുക, നമ്മുടെ പ്രതിബിംബമാണെന്ന് വിചാരിക്കുക. നമ്മൾക്ക് നമ്മുടെ റിഫ്ലക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും മറ്റുള്ളവരെയും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ മാക്സിമം വിട്ടുപിടിക്കുക, ഡിറ്റാച്ച് ചെയ്യുക എന്ന് പറയാൻ കാരണം ഇതാണ്. സെൽഫ് അവയർനെസ് കൊണ്ടുവരണം. സെൽഫ് അവയർനെസ് കൊണ്ടുവന്ന് അവരെ ആക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം, നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. സോ പോസിറ്റീവ് അഫർമേഷൻ, നിങ്ങളുടെ പുസ്തകം എടുക്കുക. നിങ്ങളുടെ ഏരിയാസ് ഓഫ് ചേഞ്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് എഴുതുക. ഒരു 1-2 എഴുതിയാൽ മതി സ്റ്റാർട്ടിങ്ങിന്. നമ്മളിവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനുമാണ് വന്നിരിക്കുന്നത്. ഡെയിലി പ്രാക്ടീസ് സെഷൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വിവിധ തലങ്ങളിലേക്ക് നമുക്ക് ഈ ഒരു ബേസിക് ലെവൽ ഓഫ് നോളജ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് എഴുതുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി എഴുതണം. നേരത്തെ പറഞ്ഞതുപോലെ മുഖൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരാള് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാടുവാണെന്നുണ്ടെങ്കിൽ ചാടുന്ന ആൾക്ക് നീന്തൽ അറിയാൻ പാടില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇച്ചിരി പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളുടെ ലൈഫിലേക്ക് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പോ അങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻസ് തരിക. ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു തംസപ്പ്. ക്യാമറ ഓൺ ആക്കിയാലും അടിപൊളി. യെസ് ഷമി ചേച്ചി, മ്യൂട്ട്. അഫർമേഷൻസ് എഴുതുന്ന സമയത്ത് അയാം വെച്ച് എഴുതാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. എപ്പോഴും പോസിറ്റീവ് ഷോർട്ട് സെന്റൻസ് ആക്കി എഴുതാൻ ശ്രമിക്കുക. അഫർമേഷൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം, പേഴ്സണൽ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. അയാം വെച്ച് സ്റ്റാർട്ട് ചെയ്താലാണ് ബെസ്റ്റ്. അഫർമേഷൻ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രം എഴുതണം എന്നില്ല കേട്ടോ.
മലയാളത്തിലും എഴുതാം. ഐ ആം എന്നുള്ളത് ഞാൻ നോക്കിയാൽ മതി. അതെ. സോ ഇപ്പൊ ജോയിൻ ചെയ്തവർക്ക് നമ്മളിന്ന് പോസിറ്റീവ് അഫർമേഷൻ ആണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ നമ്മൾ ഡേ 1 നമ്മൾ ചെയ്തത് നമ്മളുടെ ഏരിയാസ് ഓഫ് ചേഞ്ച് നമ്മൾ നോട്ടീസ് ചെയ്തായിരുന്നു. അത് അവയർനെസ് കൊണ്ടുവന്ന ഏരിയാസ് ഉണ്ട്. ഞാൻ എവിടെയാണ് മാറേണ്ടത്, ആ മാറേണ്ട സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് പോസിറ്റീവ് അഫർമേഷൻസ് എഴുതുക. എനിക്ക് ഇപ്പോൾ ആയിരിക്കുന്ന രീതിയിൽ ഞാൻ സന്തുഷ്ടനാണ്. ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ആം റൈറ്റ് നൗ, സാറ്റിസ്ഫൈഡ്. എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ റിസോഴ്സസ് ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ എന്ത് കണ്ടാലും അതൊരു റിസോഴ്സ് ആയിട്ട് ഞാൻ കാണത്തുള്ളൂ. ശ്വസിക്കുന്ന വായു, ജീവനുണ്ട് എനിക്ക്, അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഭക്ഷണം, അതുകൊണ്ട് എനിക്ക് എനർജി ഉണ്ട്, എനിക്ക് ഓരോ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് എൻ്റെ പാരൻസ് തന്നിരിക്കുന്ന, സമ്മാനിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഞാനിപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വീട്, അതുള്ളത് കൊണ്ടാണ് എനിക്ക് ഒരു നല്ലൊരു ഇടം കിടക്കാനായിട്ട്, റെസ്റ്റ് ചെയ്യാനായിട്ട്, മൈൻഡ്ഫുൾ ആകാൻ സാധിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ എനിക്ക് പണികൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതും ഒരു റിസോഴ്സ് ബിൽഡിംഗ് ആണ്. വീടിന്റെ ഹൗസ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് അതൊരു നമ്മുടെ റിസോഴ്സിനെ ബിൽഡ് ചെയ്യുന്നത് തന്നെയാണ്. എങ്ങനെ എടുത്താലും നമ്മളുടെ റിസോഴ്സസുകൾ ബിൽഡ് ചെയ്യുവാണ് നമ്മൾ. സോ അത് കോൺഷ്യസ്ലി ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ എഫേർട്സ് മാറും. യെസ്, ചോദിച്ചോട്ടെ. ഇവിടെ ബോഡി വെയിറ്റ് കുറയ്ക്കണം, അപ്പൊ അതിന് എങ്ങനെയാ അത് എഴുതണ്ടേന്നുള്ളത്? ആദ്യം നമ്മളുടെ ബോഡിയെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, നമ്മുടെ ബോഡിയെ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിൽ ഒരു ഐഡിയൽ ഫിഗർ വെയിറ്റ് കാണുക. ഓക്കെ, മനസ്സിലൊരു ഐഡിയൽ ഫിഗർ വെയിറ്റ് കാണുക. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഐ ആക്സെപ്റ്റ് മൈ ബോഡി ആൻഡ് മൈ മൈൻഡ് ആൻഡ് മൈ സോൾ, അതാദ്യം മനസ്സിലേക്ക് എഴുതുക. മനസ്സിൽ അത് പറഞ്ഞ് എഴുതി ചേർക്കുക. ഓക്കെ, ആൻഡ് ഐ ആം അച്ചീവിങ് മൈ ഐഡിയൽ ബോഡി, മൈ ഐഡിയൽ സെൽഫ് എന്ന് എഴുതാം. അവിടെ വരുന്നത് നമ്മൾക്കൊരു പെർഫെക്റ്റ് ഗോളിലേക്കുള്ള ഒരു അലൈൻമെന്റ് ആണ്. ഇതാണ് എൻ്റെ ഒരു ഐഡിയൽ ഗോൾ, ബോഡി വെയിറ്റ്. അതിലേക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഇവിടുത്തെ ആക്സെപ്റ്റൻസും അവിടുത്തെ, മനസ്സിലായോ? സോ ഒരു ഗോൾ ഓറിയന്റേഷൻ ഉണ്ടാകുന്നു, ഒരു സെൽഫ് ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്നു. രണ്ടുമാണ് നടക്കുന്നത്. ഇത് അച്ചീവ് ചെയ്തു, ഞാൻ ഇത് ഓൾറെഡി അച്ചീവ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ്സ് എഴുതിക്കും. സെല്ലുലാർ ലെവലിലേക്ക് അത് ഫീൽ ചെയ്യും. എന്നാൽ മാത്രമേ ചേഞ്ചസ് എളുപ്പമാകുള്ളൂ. മരുന്ന് എടുക്കുന്നുണ്ട്, മരുന്നിൽ വിശ്വാസമില്ല, വല്ല ചേഞ്ച് നടക്കുമോ? ബോഡി റിജക്ട് ചെയ്യും. യെസ് വിനീത. ഇപ്പൊ ഇത് പറയും എഴുതും വേണം, ഈ പറഞ്ഞ ബോഡി വെയിറ്റിന്റെ കാര്യം ഇപ്പൊ പറയുമ്പോ എഴുതുന്നതാണ് ബെറ്റർ. നമ്മൾക്ക് മനസ്സിലിരിക്കുമ്പോണ്ടല്ലോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം പറയുന്നത് ഒരു ദിവസം 60,000 തോട്ട്സുകളാണ്. 60,000 ഡിഫറെന്റ് തോട്ട്സുകളോ, ഞാൻ ഈ പറയുന്ന ആവറേജ് ആണ്, ഇതിൽ കൂടുതലാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോ ഈ തോട്ട്സിന്റെ ഇടയിൽ നിന്ന് ഒരു തോട്ടിനെ ഇങ്ങനെ കൊളത്തിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി കൂടി എളുപ്പം തോട്ട്സ് എഴുതുമ്പോഴാണ്. അത് എത്ര ഒരു ദിവസം എത്ര തവണ എഴുതണം, അല്ലെങ്കിൽ എത്ര ദിവസം എഴുതണം, അങ്ങനെ ഉണ്ടോ? തവണ എഴുതിയാൽ മതി. അത് വേണമെങ്കിൽ 2 തവണ എഴുതാം, 3 തവണ എഴുതാം. പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളുടെ ബോഡിയിലേക്ക് ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മനസ്സിന് ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സോളിന്, ആത്മാവിന് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ടു ദ ഡെസ്റ്റിനി, ടു ദ പാത്ത്, ടു ദ ഫേറ്റ്. മനസ്സിലായോ? അപ്പോ എല്ലാം കൂടി
ചേർത്ത് കോർത്ത് വെക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് ഗോൾ ഓറിയന്റേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അഫർമേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. നമ്മൾ ഈ ചെറുപ്പത്തിൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം, ഇത് നിങ്ങൾക്ക് എന്തായി തീരണം എന്നാണ് ആഗ്രഹം, ഇതൊക്കെ നമ്മളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കില്ലേ? ഇത് അഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്സ് പോലെ കണ്ടാൽ എങ്ങനെ ഉണ്ടാകും? വ്യത്യാസം വരില്ലേ? എത്ര ദിവസം എന്ന് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുണ്ടോ? സബ് കോൺഷ്യസ് ട്രിഗർ ചെയ്യണമെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മളുടെ മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നനുസരിച്ചിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും താങ്ക്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് കുറച്ച് നാൾ ചെയ്താൽ മതിയാകും. ബട്ട് അഫർമേഷൻസ് കിട്ടുന്നവരേക്കും ചെയ്ത് നിർത്തുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമ്മൾ ഐഡിയൽ ബോഡി വെയിറ്റിൽ നിൽക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഹോമിയോസ്റ്റേസിസ് എന്ന് പറയും. അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയും. അതായത് അങ്ങോട്ടും ചേഞ്ച് വേണ്ട, ഇങ്ങോട്ടും ചേഞ്ച് വേണ്ട, ആയിരിക്കുന്ന രീതിയിൽ സന്തുഷ്ടയാണ്. അങ്ങനെ എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, നമ്മളുടെ ബോഡി, മൈൻഡ്, സോള് ഇതിനെ എപ്പോഴും ഒരു ബാലൻസിൽ വേണം നിർത്താൻ. അതിന് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളുടെ എഫേർട്ടുകൾ എപ്പോഴും വേണം. അത് ഒരു ടൈം ആകുമ്പോൾ അഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് നിർത്താൻ സാധിക്കും. നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നത് പോലെ, നടക്കുന്നത് പോലെ ചെയ്തില്ലെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകും. ബട്ട് എത്ര എഫക്റ്റീവ്ലി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും എന്നുള്ളതാണ്. പണിയെടുത്തില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കും, നമ്മൾക്ക് കാശില്ലെങ്കിലും ജീവിക്കാൻ സാധിക്കും. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും എന്നുള്ളതാണ്. വീട്ടിൽ പച്ചക്കറിത്തോട്ടം നടത്തിയാലും അടിപൊളിയാണ്, 10 പൈസ മുടക്കേണ്ട ആവശ്യമില്ല, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി പ്ലാവിന്റെ ഇല നമുക്ക് ഇഷ്ടംപോലെ തിന്നാൻ പറ്റും. സോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് നമ്മളുടെ മെയിൻ ഫോക്കസ്. അച്ചീവ്മെന്റ് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ആണ്. അപ്പോ ഐഡിയൽ ബോഡി വെയിറ്റ് നമുക്ക് കിട്ടിയാൽ, ഐഡിയൽ ഗോൾ എത്തിക്കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളുടെ നെക്സ്റ്റ് ഫോക്കസ്. സോ I am happy and satisfied with what I have and what I am gifted എന്നെനിക്ക് പറയുമ്പോൾ ഞാനത് എത്തിയതിന്റെ സന്തോഷം, അതിനുണ്ടായ എഫേർട്സ് അതെല്ലാം മാനിച്ചുകൊണ്ട് ഉള്ളിലേക്ക് എടുക്കുന്നതാണ്. ഈ അഫർമേഷൻ ബോഡി വെയിറ്റ് പ്രാക്ടീസിൽ എങ്ങനെ ഗുണം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കോർട്ടിസോൾ ചേഞ്ച് ലെവൽസ് കേട്ടിട്ടുണ്ടോ? കോർട്ടിസോൾ ഒരു സ്ട്രെസ് ഹോർമോൺ ആണ്. മെയിൻ ആയിട്ട് നമ്മുടെ ബോഡി വെയിറ്റിന് ഒരു ആഡഡ് ഫാക്ടർ ആകുന്നത് എന്താണെന്നറിയോ? കോർട്ടിസോൾ ആണ്. കോർട്ടിസോൾ ലെവല് നമ്മൾക്ക് ഒരിക്കലും കൺട്രോൾ കിട്ടാത്തത് കൊണ്ടാണ്. സ്ട്രെസ്സോ അല്ലെങ്കിൽ നമ്മൾക്ക് ആങ്സൈറ്റി കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ നമ്മൾക്ക് കോർട്ടിസോൾ ലെവൽ സ്വാഭാവികമായിട്ടും കൂടും. ഒരു സർവൈവൽ മോഡിലേക്ക്, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഓർ ഫോൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഫ്ലൈറ്റ്, ഫൈറ്റ്, ഫോൺ സ്റ്റേജ്, ഇതിലെത്തുമ്പോഴത്തേക്ക് സർവൈവൽ മോഡിലേക്ക് പോകുമ്പോൾ കോർട്ടിസോൾ ഇങ്ങനെ അങ്ങോട്ട് കയറിപ്പോകും. സോ ഈ ഡയറ്റീഷ്യൻസിന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവർ ആദ്യം ചെയ്യുന്നത് ഒരു ഹോർമോൺ ചെക്കാണ്, ഒരു ബയോകെമിക്കൽ ചെക്കാണ്. ബയോകെമിക്കൽ ചെക്കിൽ ഇവർ കോർട്ടിസോൾ ലെവൽസ് ആണ് ട്രൈ ചെയ്യുന്നത്. എത്ര ട്രൈ ചെയ്തിട്ടും എത്ര പരിശ്രമിച്ചിട്ടും ഈ ബോഡി വെയിറ്റ് കുറയാത്ത ആൾക്കാരില്ലേ? ഒരു ടൈം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് കോർട്ടിസോൾ ലെവൽസ് കുറക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം മൈൻഡ് ഈസി ആക്കി കൊടുക്കണം. ബേസിക് മെഡിറ്റേഷൻ അതിന് ഹെൽപ്പ് ചെയ്യും. മെഡിറ്റേഷന്റെ ഒരു സെൻസ് ആണ്, ഒരു തലമാണ് പോസിറ്റീവ് അഫർമേഷൻ. പോസിറ്റീവ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫീലിങ്സ് ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഫീലിങ്സ് ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ വാട്ട് ഹാപ്പൻസ്? നമ്മളുടെ മൈൻഡ് എന്താ ഫീൽ ചെയ്യുന്നത്? ബോഡി എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? സോൾ എന്തായിരിക്കും കാണുന്നത്? മനസ്സിലായോ? ആ ചേഞ്ചസ് മനസ്സിലാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ലെവൽസ് ഓഫ് സ്ട്രെസ്സും ഹോർമോൺസ് എല്ലാം സ്റ്റേബിൾ ആകും. യെസ് ക്ഷമ ചേച്ചി. ടൈം ഒന്ന് ഓർമ്മിപ്പിച്ചതാ. സോ താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾ അഫർമേഷൻസ് എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഞാൻ വിചാരിക്കുന്നു. യെസ്.
ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് തരിക. യെസ്. ഇനി നിങ്ങൾ യെസ്, ഓക്കെ. നമുക്കൊന്ന് നിങ്ങൾ എഴുതിയിരിക്കുന്ന അഫർമേഷൻ വെച്ചിട്ട് നമ്മൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നികേഷ്, വൈഷ്ണവ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ? ഇപ്പൊ എഴുതാൻ ഇല്ല, ഞാൻ ഫോണിൽ ടെക്സ്റ്റ് ചെയ്തു. എഴുതാൻ മതി എഴുതാൻ എങ്ങനെ വേണമെങ്കിലും തോട്ട്സ് പുറത്തേക്ക് വരണം, അത്ര ഉള്ളൂ ഉദ്ദേശം. പിന്നെ ഞാൻ പറയുന്നത് ഒരു കാര്യമുണ്ട്, എഴുതണം. ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ മാത്രമേ കിട്ടുന്നുള്ളൂ. എഴുതുമ്പോൾ പ്രഷറുണ്ട്, ഇവിടെ ഫുള്ള് നമ്മളുടെ ബോഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഇതിവിടെ വരെയുണ്ട്. പ്രൈമോഡിയൽ രീതിയിൽ നമ്മൾ ചെയ്യാൻ പഠിക്കുക കാര്യങ്ങൾ. സുഖസൗകര്യങ്ങളിലേക്ക് പോകാണ്ടിരിക്കാൻ പഠിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബോഡി മൈൻഡ് സോൾ കണക്ഷൻ വരുമ്പോൾ. കുഴപ്പമില്ല, നോ വരീസ് അറ്റ് ഓൾ. ഓക്കെ, നമുക്ക് ഇപ്പൊ എഴുതിയിരിക്കുന്നത് ഒന്ന് മനസ്സിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഓപ്പൺ പോസ്ചറിൽ ഇരിക്കുക, ക്രോസ് ലെഗ് പാടില്ല, കൈകൾ കെട്ടിവെക്കാൻ പാടില്ല, ഓപ്പൺ പോസ്ചർ ആയിരിക്കുക, ഫോൺ എവിടെയെങ്കിലും വെക്കുക. വെരി സിമ്പിൾ, വെരി കൂൾ ആയിട്ടിരിക്കുക. ഓക്കെ, മെല്ലെ കണ്ണുകൾ അടക്കുക. ശ്വാസം എടുത്ത് വിട്ടേ. ശ്വാസം മെല്ലെ എടുത്ത് വിട്ടേ. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നേ. നിങ്ങൾ എഴുതിയിരിക്കുന്ന പോസിറ്റീവ് അഫർമേഷൻ അത് മനസ്സിലേക്ക് ഓരോ അക്ഷരങ്ങളായിട്ട് വരുന്നത് കണ്ടേ. ഉള്ളിലേക്ക് അത് സ്വീകരിക്കുന്ന പോലെ തന്നെ അത് മുന്നിൽ കാണുക. അത് മനസ്സിലേക്ക് ഇനിയൊന്ന് വായിച്ച്, ഇരുത്തി വായിച്ച്, ഓരോ തവണ നിങ്ങൾ ആ ലെറ്റേഴ്സ് ആൻഡ് സെന്റൻസസിലേക്ക് നോക്കുമ്പോൾ, അഫർമേഷൻസിലേക്ക് നോക്കുമ്പോൾ, നിങ്ങൾക്ക് വരുന്ന ആ ലെവൽ ഓഫ് ചേഞ്ച് ബോഡിയിൽ നിങ്ങൾക്ക് എവിടെയാണ് ഫീൽ ചെയ്യുന്നത്? നേരത്തെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ, the moments I were proud, the areas in life I am proud. എനിക്ക് ഇതുപോലത്തെ ഫീലിംഗ് തോന്നിയ മറ്റു ഇവന്റുകൾ എല്ലാം മുന്നിലേക്ക് കൊണ്ടുവരിക. And feel that feeling, the intense, beautiful feeling of positivity. ഉള്ളിലേക്ക് സ്വീകരിക്കുക, എടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. ഓരോ റിസോഴ്സ് കിട്ടിയതിന് നന്ദി പറയുക. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ലവ്ഡ് വൺസ്. അതെന്റെ ഫാമിലി ആയിക്കോട്ടെ, എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്റെ ടീച്ചേഴ്സ് ആൻഡ് സോഷ്യൽ സ്ഫിയർ ആയിക്കോട്ടെ. ഞാൻ അത്ര അധികം ഹാപ്പിയാണ്, സന്തുഷ്ടനാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം റിലേഷൻഷിപ്പ്, അതിൽ ഞാൻ സന്തുഷ്ടനാണ്. എന്റെ ലവ് ഫോർ മൈ ഗോഡ്, the love for my God is unbelievable. It's beautiful. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ ഹയർ പവർ, എന്റെ യൂണിവേഴ്സ് is with me. The universe is working for me. ഓരോ കാര്യങ്ങൾ ഓരോ രീതിയിൽ ഞാൻ ചെയ്യുമ്പോൾ I am very special.
ഞാൻ അത്ര അധികം ഹാപ്പിനെസ് ഉള്ളിലേക്ക് എടുക്കുന്നു. My mind, my body and my soul are aligned. മൂന്നും ഒന്നായി നിൽക്കുന്നു. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എൻ്റെ യൂണിവേഴ്സ് അതിലേക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. എൻ്റെ ഹയർ പവർ എനിക്ക് വേണ്ടി എനർജി പ്രൊഡ്യൂസ് ചെയ്തു തരുന്നു, അലൈൻ ചെയ്തു തരുന്നു. എൻ്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് കൂടി വരുന്നു. I feel that I am financially satisfied. I am achieving great heights in my financial status. എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾ ഫ്രൂട്ട്ഫുൾ ആയി വരുന്നു, പോസിറ്റീവിലേക്ക് എത്തിച്ചേരുന്നു. എൻ്റെ ചുറ്റുമുള്ള എല്ലാം എൻവയറമെന്റൽ ഫാക്ടേഴ്സ്, എൻ്റെ വീട്, സ്ഥലം, എൻ്റെ നേച്ചർ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. I am so happy and I am so proud. Thank you. I love you. I love myself. അവസാനം പറയുക, എനിക്ക് കിട്ടിയിരിക്കുന്ന റിസോഴ്സസ്, അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എനിക്കുണ്ടായ നേട്ടങ്ങൾ, ബെനിഫിറ്റ്സ് ഞാൻ മറ്റുള്ളവരുമായി പങ്കിടാൻ ഞാൻ തയ്യാറാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സിനും തിരിച്ച് ബ്ലെസ്സിങ്സ് കൊടുക്കുക, അനുഗ്രഹിക്കുക മറ്റുള്ളവരെയും മറ്റു ജീവജാലങ്ങളെയും. ഫീൽ ഫ്രീ. മൈൻഡ്, ബോഡി ആൻഡ് സോളിനെ ഫ്രീ ആയിട്ട് വിടുക and see the universe blessing you back. Feel the beautiful feeling and take it inside you. മെല്ലെ കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണിലേക്ക് വെക്കുക. ചൂടറിയുക, ചൂട് മനസ്സിലാക്കുക. See the feeling and accept it in your mind, body and spirit. ചൂടിലേക്ക് എടുക്കുക, ഒന്നാകുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതുപോലെ ഫീൽ ചെയ്യുക. യെസ്, ഇതുപോലെ ഫീൽ ചെയ്യുക, ഉള്ളിലേക്ക് എടുക്കുക. ഇതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് ഫീൽ ചെയ്യേണ്ടത്. നമ്മളുടെ ഗോൾ ഓറിയന്റേഷൻ, സെൽഫ് അവയർനെസ് ടുഗെദർ. നമ്മളുടെ ആക്ടിവിറ്റീസ് അലൈൻഡ് ആകും. സബ്കോൺഷ്യസ്ലി ഇറ്റ് വിൽ ഹാപ്പൻ ഫോർ യു. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ, ഗ്രേസ്ഫുൾ ഡേ. Thank you. Thank you so Have a nice day. Have a beautiful day. Yes. Thank you, sir. You're welcome. സർ, ഞാനൊരു യാത്രയിലായിരുന്നു. ഒരു കുഴപ്പമില്ല. നോ വറീസ്. അഫർമേഷൻസ് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ചോദിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ, അതായത് ഗ്രൂപ്പ് അല്ല നമ്മൾക്കുള്ളത്, നമ്മൾക്ക് വാട്സാപ്പ് ചാനൽസ് ആണ്. അതുകൊണ്ട് ആർക്കും നമ്പേഴ്സ് ഷെയർ ആവില്ല. പ്രൈവസി മെയിൻ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ
ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ സോഷ്യൽ പ്രൊഫൈൽസ്, വാട്സാപ്പിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഉണ്ട്. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഏത് ചാനൽസും അവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. യു വിൽ ഗെറ്റ് ഇറ്റ് അറ്റ് എനി ടൈം. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളോട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ റേസ് ചെയ്യാം. ഓക്കെ, സോ ഫീൽ ഫ്രീ ടു ഗോ ത്രൂ ഓൾ ദ കണ്ടന്റ് ദാറ്റ് വി ഹാവ്. ഞങ്ങളുടെ കണ്ടന്റുകൾ കാണുക, മനസ്സിലാക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രത്യേകം ചോദിക്കുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉള്ളിലേക്ക് എടുക്കുക. ബി സെൽഫിഷ്. എന്നാൽ മാത്രമേ നമുക്ക് സെൽഫ്ലെസ് ആകാൻ സാധിക്കുള്ളൂ. ആദ്യം സെൽഫിഷ് ആകുക, എന്നിട്ട് സെൽഫ്ലെസ് ആകാൻ പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. Thank you so much. Have a nice day. Have a nice day.